ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മീനൂസ് ക്രേസി വേൾഡ്. ഇറ്റ്സ് മീ ദ ക്രേസി മീനു. നമ്മൾ കുറേ ആയല്ലോ നമ്മുടെ ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആണ് ഇത്. ഓണം ഷോപ്പിംഗ് ആണ്, ഓണം ഷോപ്പിംഗ് വ്ളോഗ്. സോ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ആദ്യം ഡ്രസ്സ് എടുക്കാനാണ് വന്നത്. ഡ്രസ്സ് എടുക്കാൻ നമ്മൾ വന്നത് പ്രീതി സിൽസിലാണ്. ഞാനുണ്ട് എന്നെ കണക്കളല്ലേ. പിന്നെ ഇവിടെ നിറയെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ അതൊക്കെ അറിഞ്ഞിട്ടാണ് വന്നത്. ആൻഡ് പട്ടുപാവാടയാണ് ആദ്യം നോക്കിയത്. എനിക്കാണ് ആദ്യം നോക്കിയത്. അപ്പോൾ പട്ടുപാവാട നോക്കി. പിന്നെ എനിക്ക് തോന്നി പട്ടുപാവാട വേണ്ട, ലൈക്ക് നമുക്കൊരു ഇതെടുക്കാം, ലൈക്ക് ധാവണി സെറ്റില്ലേ, അതെടുക്കാൻ വിചാരിച്ചു. സോ എൻ്റെ മനസ്സിലൊരു ബ്രൗൺ കോഫി ബ്രൗൺ ആയിരുന്നു. അതേപോലെ തന്നെ അവിടെ ഒരു കോഫി ബ്രൗൺ എനിക്ക് കിട്ടി. സോ എനിക്കത് ഇഷ്ടമായി. അതിലൊരു ഷോളും കൂടി ഉണ്ട്. അത് ഇട്ടില്ല. എൻ്റെ അതിൽ നിറയെ കളേഴ്സ് അവൈലബിൾ ആണ്, ലൈക്ക് ഗ്രീൻ, ബ്ലൂ, പിന്നെ വേറെ ഏതോ കളറും ഉണ്ട്. അടുത്തത് എൻ്റെ അച്ഛനുള്ളൊരു ലൈക്ക് ഓണക്കോടി എടുക്കാനുള്ളൊരു ടൈമാണ്. അച്ഛക്ക് ബ്ലൂവും ബ്ലാക്കുമാണ് ഏറ്റവും ഇഷ്ടം. സോ അതിലൊന്ന് എടുത്തു. ഒരു ലൈക്ക് ബ്ലൂ കളർ സംതിങ് എടുത്തു. ആൻഡ് ഇതെൻ്റെ ഏട്ടയ്ക്കുള്ള പർച്ചേസാണ്. നമ്മളുടെ ഏട്ടയ്ക്ക് ഒരു ജീൻസ് എടുക്കാൻ വിചാരിച്ചു, ജീൻസും ടോപ്പും എടുക്കാൻ വിചാരിച്ചു. പക്ഷേ നമ്മൾ ജീൻസ് എടുത്തില്ല, പക്ഷെ ഒരു ഹുഡി എടുത്തു കേട്ടോ. അത് ഞാൻ പിന്നെ കാണിക്കാം. എനിക്കിവിടുത്തെ ഈ ഒരു ബ്ലാക്ക് കളർ ജീൻസ് ഭയങ്കര ഇഷ്ടമായി. ആൻഡ് ഇവിടെ നിറയെ ഓഫേഴ്സ് ഉണ്ട്, നിറയെ ഉടുപ്പുകൾക്കും നിറയെ കാര്യങ്ങൾക്കൊക്കെ ഓഫേഴ്സ് ഉണ്ട്. സോ ഇവിടെ ജീൻസിനും ഇപ്പോൾ ഇവിടെ ഓഫറുണ്ട്, ഓണത്തിൻ്റെ ഓഫറാണ്. ഇവിടെ ബൈ വൺ ഗെറ്റ് വൺ അങ്ങനെയൊക്കെ ഉള്ളൊരു ഓഫേഴ്സും ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഈ ജീൻസ്, കണ്ടില്ലേ. നിറയെ ടീഷർട്ട്സും നിറയെ കാര്യങ്ങൾക്കൊക്കെ നിറയെ ഓഫേഴ്സും പിന്നെ നിറയെ കളക്ഷൻസൊക്കെ അടിപൊളിയായിരുന്നു. ആൻഡ് അത്രയും ജീൻസസാണ്. നമ്മൾ ജീൻസ് എടുത്തില്ല, ഹുഡി മാത്രമാണ് എടുത്തത്. കാരണം ഹുഡി അവിടുത്തെ നല്ല അടിപൊളിയായിരുന്നു, ക്വാളിറ്റിയൊക്കെ അടിപൊളി. എനിക്ക് ഈ ഒരു സംഭവം എനിക്കിഷ്ടമായി. ഇതൊരു ജാപ്പനീസ് എന്തോ എഴുതിയതാണ്. എനിക്ക് ജാപ്പനീസൊന്നും അറിയില്ല, ബട്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ബാക്കിലാണ് കൂടുതൽ ഡിസൈൻസും വരുന്നത്. എനിക്ക് ഇങ്ങനത്തെ ഷർട്ട്സൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഷർട്ട് വേണ്ട പറഞ്ഞു. ആൻഡ് നമ്മളൊരു ഹൂഡി ഒരു ബ്രൗൺ കളറിലാണ്, ബ്രൗൺ അല്ല, ഒരു മെറൂൺ കളറിലാണ് ചൂസ് ചെയ്തത്. ഇവിടെ സ്വെറ്റർ പോലത്തെ ഒക്കെ ഒരു ഇതുണ്ടായിരുന്നു. ഇന്ന് രസമുണ്ട് ഇങ്ങനെ തൊട്ട് കളിക്കാൻ, നല്ല ഫ്ലഫി സാധനം. ഇത് സ്വെറ്ററാന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ സ്വെറ്റേഴ്സും ഉണ്ട് ഇവിടെ. കണ്ടില്ലേ, ഇങ്ങനത്തെ ഒക്കെ ഒരു ഷെയ്ഡിലാണ് ഞാൻ എനിക്കെടുത്തത്. പക്ഷേ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റായിരുന്നു. പിന്നെ പറ്റില്ലല്ലോ, എനിക്ക് എടുക്കണം പറഞ്ഞു, പക്ഷെ എടുത്തുന്നില്ല. നിറയെ ബ്ലേസേഴ്സും ഉണ്ട് ഇവിടെ, ഗ്ലിറ്ററും നോൺ ഗ്ലിറ്ററും ബ്ലേസേഴ്സും കൂടി ഉണ്ട്. വീണ്ടും എൻ്റെ മുഖം നോക്കിയിട്ട് മതിയാവണില്ല. അതെന്തോ ആവട്ടെ. ഇനി എൻ്റെ അച്ഛന് ഷർട്ട് എടുത്തു. ഇനി നമ്മൾ മുണ്ടെടുക്കാനുള്ള സെക്ഷനിലോട്ട് വന്നിരിക്കുകയാണ്. എൻ്റെ അച്ഛനൊരു ബ്ലൂ കളറിൻ്റെയാണ് ഷർട്ട് എടുത്തത്. സോ നമുക്ക് ബ്ലൂ കളറിൻ്റെ തന്നെ വരുന്ന ഒരു ഇതെടുക്കാൻ വിചാരിച്ചു. പിന്നെ എനിക്ക് നിറയെ ഓവർ സൈസ്ഡ് ടീഷർട്ട് എടുക്കാൻ വിചാരിച്ചു. പക്ഷേ എൻ്റെ സൈസിന് അവിടെ ഇല്ല, സ്മോളില്ല, മീഡിയം തൊട്ടാണുള്ളത്. പിന്നെ ഇതൊക്കെ നല്ല അടിപൊളി. ഇതാണ് എൻ്റെ അച്ഛനെടുത്തത്. പിന്നെ ഈ ഷോർട്ട്സ് നന്നായിട്ടില്ലേ, ഇതെൻ്റെ അപ്പുറത്ത് കാണിച്ചപ്പോൾ എൻ്റെ പട്ടിക്കുട്ടിക്ക് ഇടാൻ പറഞ്ഞു. പക്ഷെ കുഴപ്പമില്ല. പിന്നെ ഇതില്ലേ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി, പക്ഷെ വാങ്ങിച്ചില്ല പറഞ്ഞു. സോ സാഡ് ഗൈസ്, സോ സാഡ്. ഈ ഉടുപ്പ് എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് നന്നായിട്ടുണ്ട്, എനിക്കും ഇഷ്ടമായി, പക്ഷെ ഭയങ്കര ടൈറ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡ്രസ്സിൻ്റെ മുകളിൽ ഇട്ടുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ച് ട്രയൽ റൂം പോയിട്ട് നോക്കിയപ്പോൾ നല്ല ടൈറ്റായിരുന്നു. പിന്നെ നമ്മൾ വേറെ ഒരു ഓഫറുള്ള സ്ഥലത്ത് പോയപ്പോൾ ഒരു ബ്ലൂവും പിന്നെ അതേ സെയിം ഡിസൈനിൽ വരുന്ന ഒരു പിങ്ക് പീച്ച് ആ ഒരു കളറിൽ വന്നു. അപ്പോൾ ഞാൻ പീച്ചാണ് ചൂസ് ചെയ്തത്. ഇപ്പം നമ്മൾ പോയിരിക്കുന്നത് ഒരു ടോപ്പ് എടുക്കാനാണ്. ഇവിടെ നിറയെ കളക്ഷൻസ് ഉണ്ട്. ടോപ്പ് ഇങ്ങനെ കുറേ കളക്ഷൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇങ്ങനെ ഗ്രീനും ഇതൊക്കെയാണ്. എനിക്ക് ഈ പിങ്ക് ഭയങ്കര ഇഷ്ടമായില്ലേ, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ആ ഗ്രീനും ഒരു ബ്ലൂവും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഞങ്ങളൊരു ബ്ലൂ ആണ് എടുത്തത്. അതൊക്കെ ഉണ്ടല്ലേ, അവിടെ കോട്ട് സെറ്റും ഉണ്ട് വലിയവർക്കുള്ളത്. ഇങ്ങനത്തെ ഒരു ബ്ലൂവും ഇതൊക്കെയാണ് ഇതെല്ലാം എടുത്തത്. പക്ഷേ വേറൊരു ബ്ലൂ ആണ് എടുത്തത് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഒരു സബ്സ്ക്രൈബിനെ കണ്ടു. പിന്നെ ഇതാണ് എൻ്റെ കുട്ടി സബ്സ്ക്രൈബർ. ഫോട്ടോ ഒക്കെ എടുത്തു. ആൻഡ് ഐ എം സോ ഹാപ്പി. ഇതൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇപ്പോഴാണ് ഞാനൊരു ചാനലിൽ ഇതൊക്കെ തുടങ്ങിയിരിക്കുന്നത്. അപ്പോഴേക്കൊരു സബ്സ്ക്രൈബർ. അപ്പം നമ്മളൊരു ലബൂബൂടെ മാലയും പിന്നെ ബ്രേസ്ലെറ്റിൻ്റെ സെറ്റും അവിടെ നിന്ന് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ അവിടെ ഞാൻ ഒരു യൂട്യൂബറാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നെ ഡാൻസ് കളിക്കാൻ പറഞ്ഞു, ഇതിലൊക്കെ അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ ഇത് ഏത് പാട്ടിൻ്റെ ഡാൻസാണ് ഞാൻ ഇപ്പോൾ കളിച്ചതെന്ന് ഗസ് ചെയ്തവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്.
ആൻഡ് അവർ അവിടുത്തെ സ്റ്റാഫിനെ പറ്റി ഞാൻ തീർച്ചയായിട്ടും പറയണം. ലൈക്ക് ദേ വർ സോ കോപ്പറേറ്റീവ് ആൻഡ് നല്ല സ്വീറ്റായിരുന്നു. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്ക് ഗിഫ്റ്റൊക്കെ തന്നു കേട്ടോ, ഒരു ഗിഫ്റ്റ് തന്നു. പിന്നെ അതാ ഭയങ്കര സ്വീറ്റായിരുന്നു അവർ. ആൻഡ് ഇപ്പം നമ്മളുള്ളത് പ്രീതിയിലാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ പ്രീതി സിൽസിലാണ്. നല്ല കളക്ഷൻസും കാര്യങ്ങളും അടിപൊളിയാണ്. ഓണം പ്രമാണിച്ച് എല്ലാം സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് പ്രീതി സിൽസ്. ഐ എം സോ ഹാപ്പി ആൻഡ് ലവ് യു ഫ്രം മീ ന്യൂസ്. ബൈ. ഇത്രയുള്ള ഈ വീഡിയോ.